ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1,00,000 കവിഞ്ഞതായി ഗാസ അധികാരികൾ. കാണാതായവരെയും കൂടി മരിച്ചവരായി കണക്കാക്കുകയാണെങ്കിൽ ഇതുവരെ 61,709 പേർ മരിച്ചിട്ടുണ്ടാകുമെന്നാണ് കണക്ക്. സംഘർഷത്തിൽ കൊല്ലപ്പെട്ട 76% പലസ്തീനികളുടെ മൃതദേഹം കണ്ടെത്തുകയും മെഡിക്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തതായി ഗാസ ഭരണകൂടം അറിയിച്ചു. അതേസമയം ഏകദേശം 14,222 പേരെങ്കിലും കെട്ടിടങ്ങൾക്കിടയിലോ രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലോ പെട്ടുകിടക്കുന്നുണ്ടാകുമെന്ന് അധികൃതർ പറയുന്നു. മരിച്ചവരിൽ 17,881 പേരും കുട്ടികളാണെന്നും അതിൽ 214 പേർ നവജാത ശിശുക്കളാണെന്നും ഗാസ സിറ്റിയിലെ അൽ ഷിഫ ആശുപത്രിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാർ മീഡിയ ഓഫീസ് മേധാവി സലാമ മാറൂഫ് പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കടുത്ത സാഹചര്യത്തിൽ 25-ലധികം തവണകളിലായി 20 ലക്ഷത്തിലധികം പേർ നിർബന്ധിത പലായനത്തിന് വിധേയരായതായും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 1,11,588 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട ആളുകളിൽ 1,155 ആരോഗ്യ പ്രവർത്തകർ, 205 മാധ്യമ പ്രവർത്തകർ, 194 സിവിൽ ഡിഫൻസ് ജീവനക്കാർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. 15 മാസത്തെ ആക്രമണങ്ങൾക്ക് ശേഷം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തലിനിടെയാണ് പുതുക്കിയ കണക്കുകൾ ഗാസ ഭരണകൂടം പുറത്തുവിട്ടത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കാതിരുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും സാധിച്ചിരുന്നു. നിലവിൽ രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും വീണ്ടെടുപ്പ് പ്രവർത്തനത്തിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം വെടിനിർത്തലിൽ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ 2ാം ഘട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ഹമാസിനെയും ഇസ്രയേലിനെയും കരാറിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ മാർച്ചിൽ വീണ്ടും സംഘർഷം ആരംഭിച്ചേക്കും.